നമസ്കാരം, മദർ ന്യൂസിലേക്ക് സ്വാഗതം. നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ മിറാക്കിൾ സംഭവിക്കുമോ? നിങ്ങൾക്കിതിലൊരു കാർഡ് സെലക്ട് ചെയ്യാം. നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ വെയിറ്റ് ചെയ്യുന്നത് ആ കാര്യത്തെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഒരു കാർഡ് സെലക്ട് ചെയ്യുക. ഫസ്റ്റ്, സെക്കൻഡ് സെലക്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. പ്ലീസ് ഗിവ് മീ മദർ ന്യൂസ്. ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തിക്ക് എന്ത് മിറാക്കിളാണ് സംഭവിക്കുന്നത്? 100-110% നിങ്ങൾ വിചാരിച്ച കാര്യത്തിൽ വലിയ ഒരു ബ്ലെസ്സിങ്ങോടുകൂടി തന്നെ അത് സംഭവിക്കും എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. യൂണിവേഴ്സൽ ബ്ലെസ്സിങ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ലവേഴ്സിൻ്റെ കാർഡാണ്. പ്രപഞ്ചശക്തിയുടെ സ്നേഹവും പ്രൊട്ടക്ഷനും നിങ്ങളോടൊപ്പം തന്നെ നിങ്ങൾ വിചാരിച്ച കാര്യവുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, പ്രപഞ്ചം പറയുന്നത് നിങ്ങളെ തന്നെ വിലയിരുത്തുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ ഒരു മിററിലേക്ക് നോക്കുക. എന്നിട്ട് നിങ്ങൾ ഒരിക്കലും ഒരു പരാജയപ്പെട്ട ഒരു വ്യക്തിയല്ല. നിങ്ങൾ ഏറ്റവും ശക്തനായ ഒരു വ്യക്തിയാണ്. പ്രപഞ്ചം നിങ്ങളെ ഏറ്റവും ബെറ്റർ ആയിട്ടാണ് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരിക്കലും ഒരു പരാജയം ഏറ്റുവാങ്ങേണ്ട ഒരു വ്യക്തിയല്ല. നിങ്ങൾ ജീവിതത്തിലേക്ക് ഉയർന്നു പോകേണ്ടതായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് സ്വയം നിങ്ങളോട് തന്നെ നിങ്ങൾ സംസാരിക്കുകയും നിങ്ങളെ ബ്ലെസ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹം, വലിയ മാറ്റം ഉണ്ടാകും. നിങ്ങൾ എന്ത് കാര്യം മനസ്സിൽ വിചാരിച്ചിട്ടാണോ ഈ ഒരു കാർഡ് സെലക്ട് ചെയ്തിരിക്കുന്നത് ആ കാര്യം നടന്നു കഴിഞ്ഞു. നിങ്ങളുടെ ലൈഫിൽ ആ കാര്യം വന്നു കഴിഞ്ഞു. അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. അത് നടന്നു കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം എത്രത്തോളമാണോ ആ സന്തോഷത്തിൽ നിങ്ങൾ പ്രകടമാക്കി അതുപോലെ അത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കും പെർഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുന്നത്, എത്രത്തോളം സന്തോഷമായിരിക്കും നിങ്ങളിൽ ഉണ്ടാകുന്നത്, അത് മനസ്സിൽ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് കുറച്ച് സമയമെങ്കിലും ആ ഒരു സാഹചര്യത്തിൽ ജീവിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം സംഭവിക്കും എന്ന് തന്നെയാണ് പ്രപഞ്ചം പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ കാർഡ്, ഈ കാർഡാണ് നിങ്ങൾ സെലക്ട് ചെയ്തതെങ്കിൽ പ്രപഞ്ചം നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യവുമായി ബന്ധപ്പെട്ട് എന്ത് മിറാക്കിളാണ് സംഭവിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് നൈറ്റ് ഓഫ് പെന്റിക്കിളിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നൈറ്റ് ഓഫ് പെന്റിക്കിൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു സ്റ്റക്നെസ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതിന് കൂടുതൽ ഊർജ്ജം സംഭരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മളുടെ ജീവിതത്തിൽ എത്രത്തോളം നമ്മൾ നടന്നു വന്നു, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വന്ന വഴികൾ എന്താണ്, അതിൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ അനുഭവം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതിന് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യവുമായി ബന്ധപ്പെട്ട് അതിനെ എങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഗുണമാക്കി തീർക്കാം എന്നുള്ളതിൽ ഒരു സ്റ്റക്നെസ് വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതൊരിക്കലും ഒരു പരാജയമായി ചിന്തിക്കാതെ നിങ്ങൾ ധൈര്യപൂർവ്വം മുന്നോട്ട് പോകുവാൻ ശക്തി പ്രാപിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു വിശ്വാസത്തെ ധൈര്യപ്പെടുത്താനാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഒരു വിത്ത് എങ്ങനെയാണോ തൻ്റെ ജീവിതത്തിൽ ആ ഒരു ഇരുട്ട് മൂടിയതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ, ഒരു മണ്ണിനടിയിലായിരിക്കുമ്പോൾ ഇരുട്ട് തന്നെയാണ്. ഓക്കെ, ആ ഇരുട്ട് മൂടിയ സിറ്റുവേഷനിൽ നിന്നും പൊട്ടി പുറത്തു വരുന്നത്, സൂര്യപ്രകാശത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പുള്ള ആ ഒരു ഇരുട്ട് ഭാഗമാണ് നിങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നത്. ഭൂമിക്കടിയിൽ അതിൻ്റെ വേര് ഉറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, വേരാണ് ആദ്യം നമ്മൾ മണ്ണിൽ ഉറപ്പിക്കുന്നത്. ആ ഉറപ്പിച്ചതിന് ശേഷം നമ്മൾ ശക്തിയോടുകൂടി പെട്ടെന്ന് മുകളിലിട്ട് കയറി വരികയാണ് ചെയ്യുന്നത്. അതാണ് പ്രപഞ്ചം പറയുന്നത്. ഈ ഒരു സമയം നിങ്ങൾക്ക് സ്റ്റക്നെസ് വന്നിട്ടുണ്ടെങ്കിൽ അതൊരു വേര് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ്. നിങ്ങൾ നല്ല രീതിയിൽ ഗ്രോ ചെയ്യും. നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളിൽ ഒരു അത്ഭുത മാറ്റം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. നിലവിൽ സ്റ്റക്നെസ് കണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല എന്ന് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട്. ഓക്കെ, ഇതൊരു ജനറൽ റീഡിംഗ് മാത്രമാണ്. നിങ്ങൾ പേഴ്സണൽ റീഡിംഗ് എടുക്കുവാനോ ടാരോ കാർഡ് പഠിക്കുവാനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.